ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി വാച്ച് 4 LTE മോഡലിന്റെ ഒരു റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഈ 2024 ഈ വാച്ച് വാങ്ങിക്കുന്നത് നല്ലതാണെന്ന് ചോദിക്കണേനുള്ളൊരു ഉത്തരമാണ് നമ്മളിതിൽ പറയാൻ പോകുന്നില്ല. അപ്പോൾ ഈ വാച്ച് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. നമ്മൾ 2-3 ദിവസം മുമ്പ് അതിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ വാച്ച് വന്നപ്പോൾ ഇത് ഡെഡ് ഓൺ അറൈവൽ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു സാംസങ് സർവീസ് സെന്ററിൽ പോയിട്ട് അവരാണ് ഇതൊക്കെ സോൾവ് ചെയ്ത് സംഭവങ്ങൾ ചെയ്തു തന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫർ നോക്കി വാങ്ങിയവരൊന്നും സൂക്ഷിക്കാൻ മറക്കണ്ട. പഴയ സ്റ്റോക്ക് സാധനം നമുക്ക് അയച്ചു തന്നിട്ട് ഓൾമോസ്റ്റ് 2 കൊല്ലം പഴയ സ്റ്റോക്കാണ് നമുക്ക് അയച്ചു തന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാറ്ററി ഡെഡ് ആയത്. അപ്പോൾ ഇത് എനിക്ക് സാംസങ് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 1 ഡേ എനിക്ക് അവിടെ ഒരു ദിവസം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സാധനം, അതിനുശേഷം അവർ സോൾവ് ചെയ്ത് തന്നു കേട്ടോ. ഇപ്പോൾ സാംസങ് ആയതുകൊണ്ട് തന്നെ സർവീസ് സെന്റർ എല്ലാം അടുത്തുള്ളത് കൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് പോയി. അപ്പോൾ വേറെ വല്ല ബ്രാൻഡുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ പോകാനായിട്ട് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു റിവ്യൂ പറയാം. ഞാൻ ആക്ച്വലി ഇതിന്റെ ഓൾമോസ്റ്റ് നമ്മുടെ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആമസോണിൽ ഇതിന്റെ മുമ്പേ ഇതിന്റെ സിൽവർ മോഡൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പൊ എന്റെ വൈഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് വാച്ച് ട്രാക്കിങ്ങിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ പ്രൈമറി ഡിവൈസ് എന്ന് പറയുന്നത് iPhone 15 ആണ്. അപ്പോൾ ഇതിൽ എന്തായാലും ഈ സാധനം പറ്റില്ല. അപ്പോൾ ഞാൻ വേറെ ഉപയോഗിക്കുന്ന 2 ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് ഒരു OnePlus 11 അതുപോലെ തന്നെ നമ്മുടെ 11R അതുപോലെ തന്നെ നമ്മുടെ പിക്സലും ആണ്. അപ്പോൾ തൽക്കാലം ഞാൻ പിക്സലിൽ ലിങ്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സാംസങ് ഫോൺ വാങ്ങിക്കാൻ പോകണം. എന്താ വെച്ചാൽ നമുക്ക് ഇതിലൂടെ ഞാൻ ഓൾറെഡി സാംസങ് 23 ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മാറ്റിയിട്ടാണ് ഇപ്പോൾ OnePlus എടുത്തത്. നമുക്ക് വീഡിയോ പർപ്പസിന് വേണ്ടി നമ്മൾ മാറ്റി എടുക്കുന്നതാണ് വേറെ കാര്യം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി എല്ലാ ഫീച്ചേഴ്സും അതവിടെ നമുക്ക് ഇത് അറിയിക്കും. ഇതിൽ നമുക്ക് BP സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. BP ചെക്ക് ചെയ്യാൻ ECG സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് സാംസങ് ഫോൺ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ഒരു ആവറേജ് എന്ന് പറയാനുള്ള ഒരു 1 ദിവസമൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഈ സാധനം Wear OS-ലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഗൂഗിളിന്റെ OS-ലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് ഇത് Tyson OS ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ചീപ്പായിട്ടൊരു കിഡിലൻ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് 10,000 റേഞ്ചിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. പ്രത്യേകിച്ച് Wear OS-ന്റെ വരുന്ന ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. പക്ഷെ അതിന്റെ ട്രാക്കിംഗ് ഒക്കെ കിഡിലനാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഇപ്പം ഞാൻ സാംസങ്ങിന്റെ ഇതൊരു വാച്ച് ഫേസ് അടയ്ക്കുന്നത് ഭയങ്കര സ്മൂത്ത് ആണ്, ഒരു കുഴപ്പമില്ല. ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 5 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് സാധനം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആണ് കേട്ടോ. അപ്പൊ വാച്ച് 4 സീരീസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു ലാഗോ സംഭവമില്ല. കണ്ടു, നല്ല സ്മൂത്ത് ആണ്, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് നിങ്ങൾക്ക് അറിയാം 6 ആണ്. അതിന് ചെറിയ കുറച്ചുകൂടി ബെസൽസ് കുറച്ചിട്ടുണ്ടെന്നത് അല്ലാണ്ട് തന്നെ വേറെ ലുക്കിൽ ഡിഫറൻസും സംഭവമൊന്നും ഇല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കണ്ടു, ഇതിലെല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ BP മോണിറ്റർ എന്തായാലും തൽക്കാലത്ത് ഇത് വർക്ക് ചെയ്യില്ല, സ്ട്രെസ് സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യില്ല. അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി Amazfitന്റെ ഹൈ എൻഡ് വാച്ചും ഉണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ വാച്ചും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് സാധനം ഒരു രക്ഷ. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഫിറ്റ്നസ് നോക്കാൻ വേണ്ടി സാധനം വാങ്ങിച്ചതെന്ന് വെച്ചാൽ BP മോണിറ്ററിങ് അതുപോലെ തന്നെ ആപ്പിൾ വാച്ചൊക്കെ വാങ്ങിക്കണമെങ്കിൽ ആപ്പിൾ വാച്ച് 8 9 വാങ്ങിക്കണം. അപ്പം അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം, 40,000 50,000 രൂപയ്ക്കാണ്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് 10,000 രൂപ കിട്ടും, അതാണ് ഡിഫറൻസ്. അപ്പം എൻ്റെ ഉള്ളത് SC2 ആണ്. അപ്പൊ അതിൽ ഈ സാധനമൊന്നുമില്ല, BP മോണിറ്റർ സംഭവമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി സാധനം വാങ്ങിക്കാൻ കാരണം. പിന്നെ നമ്മൾ ഇപ്പോൾ ത്രെഡ്മില്ല് വർക്കിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതും ഒരു സംഭവമാണ്. പിന്നെ സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. കിടിലൻ തന്നെ പറയാം. നിങ്ങൾക്ക് 2024 കണ്ണും പൂട്ടി വാങ്ങിക്കാം. എന്തായാലും ഞാൻ വാച്ച് 6 എന്തായാലും ഒരു 35,000 60,000 40,000 കൊടുത്തിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. അത്രയും കാശ് കൊടുത്തിട്ട് വാച്ച് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ തന്നെ നഷ്ടമാണ്. 6 ഇഞ്ചിൽ നിങ്ങൾക്ക് നല്ല ഇടിയോട്ട് ഫോൺ കിട്ടും, അതന്നെ നഷ്ടമാണ്. അപ്പോൾ പിന്നെ വാച്ചിന്റെ കാര്യം പറയണം. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാല്യൂ ഫോർ മണി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഈ സാധനം. അപ്പോൾ ഡയറക്റ്റ് വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇടയിൽ വെച്ച് കട്ടായത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന്റെ സ്ട്രാപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്കറിയായിരിക്കും, ഇങ്ങനത്തെ സ്ട്രാപ്പ് എന്തായാലും സാംസങ്ങിനോട് കിട്ടാറില്ല. ഇതൊരു അത്യാവശ്യം നല്ല കിടലൻ ലുക്കായിട്ടുള്ള സ്ട്രാപ്പല്ല. ഞാൻ Amazon വാങ്ങിച്ചാണ് 350 രൂപയ്ക്കാണ്ട് വാങ്ങിച്ചാണ്. അപ്പോൾ നമുക്കറിയാം സ്ട്രാപ്പ് മാറ്റാൻ പറ്റുന്ന മോഡൽ തന്നെയാണ്. ഓവറോൾ എക്സ്പീരിയൻസ് കിടിലൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ നോർമൽ ഇവരുടെ വാച്ച് വാങ്ങിയിട്ടും ഭേദം ഈ ക്ലാസിക് എഡിഷൻ വാങ്ങിക്കായിരിക്കും. നിങ്ങൾക്ക് ഈ ബെസൽ കിട്ടും. അപ്പോൾ അത് ആക്ച്വലി ഈ ബെസൽ കിട്ടുന്നതിൻ്റെ അല്ല, പക്ഷേ ഈ ബെസൽ ഇല്ലാണ്ട് ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഡിസ്പ്ലേക്ക് നല്ല പ്രൊട്ടക്ഷൻ വരും. അപ്പോൾ നമുക്ക് ആക്ച്വലി മറ്റേലാകുമ്പോൾ നമുക്ക് ടെമ്പർ ഗ്ലാസ് സംഭവം പൊട്ടിക്കാൻ വരും. പക്ഷേ ഈ സാധനം ഡിസ്പ്ലേ ഉള്ളിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് കേട്ടോ. നമ്മൾക്കിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും യാത്ര ചെയ്യുമ്പോൾ സംഭവമൊക്കെ ആകുമ്പോൾ ഇടിച്ചാൽ തന്നെ ഈ ഫ്രെയിമും ഇടിക്കുന്നു. അതാണ് അതിൻ്റെ ഗുണം വരുന്നത്. അപ്പോൾ അത് ക്ലാസിക് എഡിഷൻ വാങ്ങിക്കാൻ മറക്കണ്ട. പ്രത്യേകിച്ച് LTE മോഡൽ ഉണ്ടെങ്കിൽ LTE മോഡൽ വാങ്ങിക്കാൻ മറക്കണ്ട. ജിയോ ആണെങ്കിലാണ് ഇതിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് സാംസങ് ഫോൺ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും കേട്ടോ. LTE മോഡലിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും ഈസിയുമായിട്ട്.
അല്ലാത്ത ഇപ്പൊ ഞാൻ പിക്സൽ വെച്ച് നോക്കി ഇപ്പൊ ഇതെന്റെ പിക്സലാണ്. അപ്പൊ ഇത് വെച്ച് നോക്കിയപ്പോൾ ചെറിയൊരു ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സിം ഇതിലേക്ക് മാറ്റാൻ വേണ്ടി. അപ്പൊ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. സാംസങ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യട്ടെ, വലിയ ഒരു പാടുമില്ല. നമുക്ക് ഈ സാധനം സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ സാധനം സെറ്റപ്പ് ചെയ്യാൻ പറ്റൂട്ടാ. എയർടെലാണെങ്കിൽ കുറച്ച് പാടാ. ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ ഷോർട്ട് ടേം റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ യൂസേജ് റിവ്യൂ എന്ന് പറയാം. എന്ന് വെച്ചാൽ ബാക്കിന്റെ കീഴിൽ എല്ലാ സംഭവങ്ങളും എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ പഴയ ഫോണാണ് ഇതിന്റെ, പഴയ വാച്ചാണ്. ഇതിനെ കുറിച്ച് കുറെ പേര് ഫുൾ ഇൻഡെപ്ത് റിവ്യൂ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആക്ച്വലി പറഞ്ഞത് ഈ 2024 ഈ സാധനത്ത് വാങ്ങിക്കുന്നത് വേർത്താണോ, ഇതിന്റെ ഒരു യൂസേജ് റിവ്യൂ നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ തംസപ്പ് ആണ്, കണ്ണും പൂട്ടി വാങ്ങിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ 10,000 താഴെ സാധനം കിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ കാർഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ എക്സ്ട്രാ അതിലും കുറഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ. ഈ വാച്ച് ശരിക്കും ആക്ച്വലി 7,000 രൂപയ്ക്കൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ട് നല്ല ഡീലിൽ. അതൊക്കെ ശരിക്കും കോളടിച്ചൊക്കെ ഡീലുകളാണ് അതൊക്കെ, അതെടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യാട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഷോർട്ട് ടേം റിവ്യൂ. ബൈ. അപ്പൊ നമുക്ക് എന്തായാലും മൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. അത് നമ്മുടെ പുതിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് വേണ്ടിക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മളതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഒക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ അതിൽ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഇടുന്നതാണ് കേട്ടോ. നമ്മുടെ പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ റെഫർ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത കാണാം. ബൈ.